ഈ സുഖപ്രസവം എന്ന് ഇപ്പം ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അതിനെപ്പറ്റി പല ചർച്ചകളും നടക്കുന്നുണ്ട്. സുഖപ്രസവം എന്ന് പണ്ട് പറഞ്ഞിരുന്നത്, പണ്ടത്തെ കാലത്ത് ഒരു സിസേറിയൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആയിരുന്നു. അപ്പം മാതൃമരണങ്ങൾ അന്ന് കൂടുതലായിരുന്നു സിസേറിയൻ ചെയ്യുന്ന സ്ത്രീകളിൽ, അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻ, സർജറി കോംപ്ലിക്കേഷൻ. അപ്പം അതുകൊണ്ട് അന്ന് വളരെ ലോക്കലായിട്ട് സംസാരിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു ഈ സുഖപ്രസവം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആ സുഖപ്രസവം എന്ന് പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. അന്ന് സ്ത്രീകൾക്ക് ചെറിയ ഒരു 20-25 ഇയേഴ്സിലൊക്കെ അവർക്ക് 1-2 പ്രസവങ്ങളൊക്കെ നടന്നിരിക്കും. ഇപ്പം മിക്ക സ്ത്രീകളും ഗർഭമാവുന്നത് തന്നെ 30 വയസ്സിന് ശേഷവും 35-40-45 വയസ്സിലൊക്കെയാണ്. ഇപ്പം എൽഡർലി ആയിട്ട് പ്രഗ്നൻസി വരിക, അമിതമായിട്ടുള്ള വണ്ണം, പിന്നെ പല അസുഖങ്ങളും പണ്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സ്ത്രീകളിൽ ഇപ്പം ചികിത്സിച്ച് അവർക്ക് അസുഖം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് അവരെല്ലാം റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് കയറുകയും തന്മൂലം അവർ പ്രഗ്നൻ്റ് ആവുകയും, അപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഇപ്പോൾ കൂടുതലായിട്ടാണ് പണ്ടത്തെക്കാളും നമ്മൾ കണ്ടുവരുന്നത്. ഈ സുഖപ്രസവം എന്ന് പറയുന്ന എങ്കിലും മോർ ദാൻ 50%, 50% കൂടുതലും സ്ത്രീകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കോംപ്ലിക്കേഷൻസ്, എക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ് സംഭവിക്കും. അതിൽ ഉദാഹരണമായിട്ട് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. അതിനെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, ഒരു ശിശു ടേം പ്രഗ്നൻസിയിൽ നമ്മുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഒരു 1200 മുതൽ 1500 ml ബ്ലഡ്, അതായത് 1.5 ലിറ്റർ ബ്ലഡാണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഗർഭപാത്രത്തിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക, ഒരു പ്രസവം കഴിഞ്ഞ് ആ ഗർഭപാത്രം ചുരുങ്ങാതിരുന്നാലുള്ള അവസ്ഥ. അപ്പോൾ വെറും ഒരു 4-5 മിനിറ്റ് കൊണ്ട് ആ സ്ത്രീയുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ബ്ലഡ് ഒഴുകി പുറത്തു പോകാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് ബോഡി പ്രതികരിക്കാതെ വരും. അതാണ് ഈ പോസ്റ്റ്പാർട്ടം ഹെമറേജും മെറ്റേണൽ ഡെത്തും ഉണ്ടാകുന്നത്. ഇപ്പം അമേരിക്ക എടുത്താലും ഇംഗ്ലണ്ട് എടുത്താലും നമ്മുടെ കേരളത്തിലുള്ള മാതൃമരണം ഇൻ പാർ വിത്ത് ഇംഗ്ലണ്ടിൻ്റെ ഒരു നമ്പറുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് നമ്മൾ ഒരു ഡെവലപ്ഡ് കൺട്രീസിൻ്റെ മെറ്റേണൽ മോർട്ടാലിറ്റി ആയിട്ട് നമുക്ക് കമ്പയറബിൾ ഡെത്താണ് കേരളത്തിലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലുള്ള പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലുള്ള ഡോക്ടർമാരുടെ കണ്ടിന്യൂസ് എഫേർട്ടാണ് നമുക്ക് ഇത്രയും മെറ്റേണൽ ഡെത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. പിന്നെ മാതൃമരണം കുറയ്ക്കാനായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളൊരു ട്രെൻഡ് കണ്ടുവരുന്നത് ഹോം ഡെലിവറീസ്. അതിന് പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അക്യൂപങ്ക്ചർ തെറാപ്പീസോ, അതെല്ലാം ഒരു സയൻറ്റിഫിക് വേ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇത്രയ്ക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ഒന്നും നമ്മുടെ പൊതുജനങ്ങൾ ഇതെല്ലാം കേട്ട്, കാര്യം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള ഒരു സയൻറ്റിഫിക് നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിച്ചു, സാധാരണമായ ജനങ്ങൾ അത് കറക്റ്റാണെന്ന് ശരിയാണെന്ന് വിചാരിച്ച് അതിലേക്കും പോവുകയും അതിലൂടെ പല മരണങ്ങൾ നമ്മൾ ഇപ്പം കണ്ടുവരുന്നുണ്ട്. പലതും നമ്മൾ അറിയാതെ തന്നെ പോകുന്നുണ്ട്. മാതൃമരണവും ശിശുമരണവും സംഭവിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി തന്നെയാണ് സേഫ്. അതും ഒരു ക്വാളിഫൈഡ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ വേണം നമ്മൾ എപ്പോഴും ഒരു പ്രസവം നടക്കാനായിട്ട്. ആ ഒരു ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ ഒരു 10-20 മരണം നമുക്ക് 1,00,000 സ്ത്രീകളിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു രക്ഷ ഡോക്ടറുടെ സൂപ്പർവിഷനിലല്ല പോണെങ്കിൽ അത് ചിലപ്പോൾ ഒരു 200-300 ആയി പോകാനുള്ള സാധ്യത ഉണ്ടാകും. നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി, അതായത് മാതൃമരണത്തിൻ്റെ കാരണങ്ങളിൽ ഈ ഇടയായിട്ട് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ, സൂയിസൈഡ്, അതും കൂടെ നമ്മളിപ്പം കഴിഞ്ഞ ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണപ്പെട്ടു. സൂയിസൈഡിൻ്റെ ഇൻസിഡൻസ് ഇപ്പം കൂടി വരുവാണ്. അതൊരു മാതൃമരണത്തിൻ്റെ ഒരു കാരണമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. പണ്ട് ഇത് വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പോൾ UK, US എന്ന് പറയുന്ന കൺട്രീസിലായിരുന്നു ഈ സൂയിസൈഡ് ഒരു കോസ് ഓഫ് മെറ്റേണൽ ഡെത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവന്നത്. ഇതിപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലും അതിപ്പം കൂടി വരികയാണ്. അപ്പോൾ ഒരു സുഖപ്രസവം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ അമ്മയ്ക്കും കുഞ്ഞിനും നമുക്ക് സുഖമായി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരു ഇൻഫാക്റ്റ് ഇപ്പോൾ എൻ്റെ അടുത്തൊരു ആസ് ആൻ ഒബ്സ്റ്റട്രീഷ്യൻ ചോദിച്ചാൽ ഒരു സിസേറിയൻ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം, കൊണ്ടുപോയി സർജറി ചെയ്തിട്ട് വരിക. അതിലും കൂടുതൽ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് ഒരു നോർമൽ ലേബർ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന എല്ലാവരോടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി തന്നെ എല്ലാവരും സ്വീകരിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അല്ലാതെ പക്ഷം നമുക്ക് പലപ്പോഴും ഈ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് ഇൻ്റർവീൻ ചെയ്ത് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ നമുക്ക് പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അശാസ്ത്രീയമായ ഈ അക്യൂപങ്ക്ചറും അങ്ങനത്തുള്ള ഇതിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ്ഡായി അങ്ങനെ ഹോം ഡെലിവറീസ് നടത്താതിരിക്കുക. ഹോസ്പിറ്റലിൽ വന്ന് തന്നെ എല്ലാവരും പ്രസവിക്കാൻ ശ്രമിക്കുക.